സോ ഫസ്റ്റ് മാസിങ് ആൻഡ് സൈറ്റ് ടാബ് ഓപ്പൺ ചെയ്ത് ഇൻ പ്ലേസ് മാസ് സെലക്ട് ചെയ്യാം. ഇൻ പ്ലേസ് മാസ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം മാസിങ്ങിൽ ഒരു ഷോ മാസ് എനേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം മാസിന്റെ നെയിം എന്താണോ ആ നെയിം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഷോ മാസ് സെലക്ട് ചെയ്ത് മാസിന്റെ നെയിം കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു റൂഫ് ആണെങ്കിൽ റൂഫ് എന്നുള്ള നെയിം കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യാം. നെയിം കൊടുത്തതിന് ശേഷം എങ്ങനെയാണോ നമുക്ക് ഈ ഒരു റൂഫ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുപോലെ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഡ്രോ എന്നുള്ള പാനലിൽ ഇവിടെ സ്പ്ലൈൻ ത്രൂ പോയിന്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് 3 പോയിന്റ്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് 3 പോയിന്റ്സ് ആഡ് ചെയ്ത് കൊടുത്തു. ഈ 3 പോയിന്റ്സിനെ തന്നെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ടൂൾ യൂസ് ചെയ്ത് ഇതേപോലെ കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ഇതിന്റെ 3D വ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് പോയിന്റ്സ് ആയിട്ടേ കിട്ടിയിട്ടുള്ളൂ. ഇതിനൊരു സോളിഡ് ഫോം ആക്കി മാറ്റുന്നതിന് വേണ്ടി ഈ പോയിന്റ്സിനെ എല്ലാം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് ഇവിടെയുള്ള ഫോം പാനലിൽ നിന്ന് ക്രിയേറ്റ് ഫോം സെലക്ട് ചെയ്ത് സോളിഡ് ഫോം ആക്കാം. ഇപ്പൊ ഇതൊരു സോളിഡ് ഷേപ്പ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നോട്ട്സ് കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു മാസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സ്റേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ നോട്ട്സ് കാണാനായിട്ട് പറ്റും. ഈ നോട്ട്സിനെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണോ ഇതിന്റെ ഷേപ്പ് വേണ്ടത് അതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റൂഫ് എങ്ങനെയാണോ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് ഇത് ചേഞ്ച് ചെയ്തെടുത്തു. അപ്പൊ ഈ ഒരു ഷേപ്പാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ എക്സ്റേ ഓപ്ഷൻ ഓഫ് ചെയ്ത് കൊടുത്തു. എക്സ്റേ ഓപ്ഷൻ ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു സർഫസിനെ തന്നെ ഡിവൈഡ് ചെയ്തെടുക്കണം. അതിനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി വീണ്ടും ഈ മാസിനെ സെലക്ട് ചെയ്തു. ഈ മാസിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡിവൈഡ് സർഫസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡിവൈഡ് സർഫസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാസിനെ ഇതേപോലെ ഡിവൈഡ് ചെയ്തെടുക്കാം. ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണോ ഡിവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ യു ഗ്രിഡ് വി ഗ്രിഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എത്ര നമ്പർ ആണ് യുയിലും വിയിലും ഗ്രിഡ് ഉള്ളത് താഴെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി പാനലിലും കൊടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പ് വേണം എന്നുള്ളതും പ്രോപ്പർട്ടി പാനലിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഷേപ്പ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, അതായത് പാറ്റേൺ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പകരം ഡയറക്റ്റ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. ഈ നമ്പർ ചേഞ്ച് ചെയ്ത് 30 നമ്പർ ആക്കി കൊടുക്കുന്നുണ്ട്. യുവും വിയും 30 നമ്പർ ആക്കി കൊടുക്കുകയാണ്. ഇതേപോലെ ഇതിനെ ഡിവൈഡ് ചെയ്തെടുത്തു. ഡിവൈഡ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നെക്സ്റ്റ് ഈ ഓരോ പോയിന്റിലേക്കും ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തെടുക്കണം. ആ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഓരോ പോയിന്റിലേക്കും നോട്ട്സ് ആഡ് ചെയ്യണം. ആ നോട്ട്സ് കിട്ടുന്നതിന് വേണ്ടി ഈ മാസിനെ സെലക്ട് ചെയ്തു. ഈ മാസിനെ സെലക്ട് ചെയ്യുന്ന ടൈമിൽ സർഫസ് റെപ്രസെന്റേഷൻ എന്നുള്ളൊരു പാനൽ ഉണ്ട്. ഈ പാനലിന്റെ സൈഡിൽ ഈ ഒരു ചെറിയൊരു ആരോ ഉണ്ടായിരിക്കും. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ നോട്ട്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസിൽ എല്ലാ പോയിന്റിലേക്കും നോഡ് ആഡ് ആയിട്ട് വന്നു. ഇത്രയും ചെയ്ത് നിർത്തിയതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതിലേക്കുള്ള ഫ്രെയിം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാം. ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ ടാബ് ഓപ്പൺ ചെയ്യാം. ന്യൂ ഫാമിലി സെലക്ട് ചെയ്യാം. ഫയലിൽ ന്യൂ ഫാമിലി സെലക്ട് ചെയ്തതിന് ശേഷം ഫാമിലി ടെംപ്ലേറ്റ്സ് ഓപ്പൺ ചെയ്തു. ഇംഗ്ലീഷ് ഫോൾഡർ ഓപ്പൺ ചെയ്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മെട്രിക് ജനറിക് മോഡൽ അഡാപ്റ്റീവ് എന്നുള്ള ഒരു ഫാമിലി ഉണ്ട്. ഇത് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഫാമിലി ഓപ്പൺ ആയിട്ട് വരും. അഡാപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷെ ആ ഫ്രെയിമിന്റെ സൈസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രെയിം വരച്ച് ഈ 4 നോഡുകൾ തമ്മിൽ കണക്ട് ചെയ്യും. ആ 4 നോഡുകൾക്കുള്ളിൽ ഒരു ഫ്രെയിം വരും.
എങ്ങനെയാണോ നോഡ് ഉള്ളത് അതിനനുസരിച്ച് ആ ഫ്രെയിം അഡാപ്റ്റ് ചെയ്തു വരും. അതാണ് അഡാപ്റ്റീവ് ഫാമിലി. സോ അതിനു വേണ്ടി ഈ ഒരു ഫാമിലി ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തു. ഫാമിലി ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ 4 പോയിന്റുകൾ ആഡ് ചെയ്യണം. ക്രിയേറ്റ് എന്നുള്ള ടാബില് ഡ്രോ പാനലില് പോയിന്റ് എലമെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പോയിന്റ് എലമെന്റ് സെലക്ട് ചെയ്ത് 4 പോയിന്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 4 പോയിന്റുകൾ ആഡ് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റുകൾ വരും. ഈ പോയിന്റുകളെ ഇപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്നൊരു പ്രൊപ്പോർഷണൽ ആയി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി 1000 എന്നുള്ളൊരു വാല്യൂ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ഈ വാല്യൂ കൊടുക്കാൻ ഈ പോയിന്റിനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ടെമ്പററി ഡൈമെൻഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് ഈ വാല്യൂ മാറ്റി കഴിഞ്ഞാൽ എല്ലാ പോയിന്റും ഒരേപോലെ തന്നെ കിട്ടുന്നുണ്ടാവും. ഇതേപോലെ 4 പോയിന്റ്സും ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇനി പറഞ്ഞല്ലോ അഡാപ്റ്റീവ് ആക്കണം. അതായത് 4 പോയിന്റ് എങ്ങനെ മാറ്റിയാലും അതിനനുസരിച്ച് ഈ ഫ്രെയിം അഡാപ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇതിനെ അഡാപ്റ്റീവ് ആക്കി കൊടുക്കണം. അതിനുവേണ്ടി ഈ 4 പോയിന്റ്സിനെയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേക്ക് അഡാപ്റ്റീവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ മേക്ക് അഡാപ്റ്റീവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 പോയിന്റ്സും അഡാപ്റ്റീവ് പോയിന്റ്സ് ആയിട്ട് മാറി. അതിനുശേഷം ഈ 4 പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കണം. അതിനുവേണ്ടി ഈ ഒരു ആദ്യത്തെയും രണ്ടാമത്തെയും പോയിന്റ്സ് സെലക്ട് ചെയ്തു. ഇത് രണ്ടും സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്പ്ലൈൻ ത്രൂ പോയിന്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് ഈ 2 പോയിന്റിനെയും കണക്ട് ചെയ്തു. സെയിം സ്റ്റെപ്പ് സെക്കൻഡ് പോയിന്റിനെയും തേർഡ് പോയിന്റിനെയും സെലക്ട് ചെയ്ത് സ്പ്ലൈൻ ത്രൂ പോയിന്റ്സ് കൊടുത്തു. തേർഡിനെയും ഫോർത്തിനെയും കണക്ട് ചെയ്തു, സ്പ്ലൈൻ ത്രൂ പോയിന്റ്സ് കൊടുത്തു. ഫസ്റ്റിനെയും ഫോർത്തിനെയും സെലക്ട് ചെയ്തു, സ്പ്ലൈൻ ത്രൂ പോയിന്റ്സ് കൊടുത്തു. നാല് പോയിന്റ്സിനെയും ഇതേപോലെ കണക്ട് ചെയ്തെടുത്തു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത അഡാപ്റ്റീവ് ആണല്ലോ, അതുകൊണ്ട് ഈ ഒരു പോയിന്റിനെ മൂവ് ചെയ്താൽ കണ്ടോ, അതിനനുസരിച്ച് ആ ഫ്രെയിമും മൂവ് ആവും. ഇതാണ് അഡാപ്റ്റീവ് ഫാമിലി. ജസ്റ്റ് ഒന്ന് അൺഡു ചെയ്തെടുത്തു. ഇനി ഇവിടെ എന്ത് വേണം? ആ ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം. ആ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഒരു പോയിന്റ് എലമെന്റ് ഇടണം. ഒരു പോയിന്റ് എലമെന്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇട്ട് ഇത് വേണം വർക്ക് പ്ലെയിൻ ആയിട്ട് കൊടുക്കാനായിട്ട്. ഒരു പോയിന്റ് എലമെന്റ് ഇടുക. അതിനുശേഷം ഇവിടെ സെറ്റ് വർക്ക് പ്ലെയിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സെറ്റ് വർക്ക് പ്ലെയിനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിനെ സെലക്ട് ചെയ്യാം. ഇത് വർക്ക് പ്ലെയിൻ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഏതെങ്കിലും ഒരു ഷേപ്പ് എടുത്ത് വരയ്ക്കാം. ഇവിടെ ഇതുപോലൊരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ഈ ഷേപ്പ് തന്നെ മൊത്തം ഈ 4 സൈഡിലേക്കും കൊണ്ടുവരണം. അതിനു വേണ്ടി ഈ ഷേപ്പിന് സെലക്ട് ചെയ്തു, കൺട്രോൾ പ്രസ് ചെയ്ത് ഈ ലൈൻസിനെയും സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ക്രിയേറ്റ് ഫോമിൽ പോയി സോളിഡ് ഫോം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 പോയിന്റിനെയും കണക്ട് ചെയ്ത് ഇതുപോലൊരു ഫ്രെയിം ക്രിയേറ്റ് ആയിട്ട് വന്നു. ഇനി ഇതിനെ സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പ്രൊജക്റ്റിലേക്ക് ലോഡ് ചെയ്യാം. ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ലോഡ് ഇൻ ടു പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്തു, പ്രൊജക്റ്റിലേക്ക് ലോഡായി. 3D വ്യൂ ഓപ്പൺ ചെയ്ത് ഈ പ്രൊജക്റ്റിലേക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 4 പോയിന്റ് ആഡ് ചെയ്തു. ആ 4 പോയിന്റിന്റെ ഉള്ളിലായിട്ട് ഒരു ഫ്രെയിം വന്നു. ബാക്കി എല്ലാ പോയിന്റിലേക്കും ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടി ഇതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറേ ടൂൾ മാറി ഇവിടെ റിപ്പീറ്റ് എന്നുള്ളൊരു ടൂൾ ആയിട്ടുണ്ടാവും. അറേയുടെ ഐക്കണാണ്, അത് മാറിയിട്ട് റിപ്പീറ്റ്. ഈ റിപ്പീറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാ പോയിന്റിലേക്കും റിപ്പീറ്റ് ആയിട്ടുണ്ടാവും.
ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുത്തു. നമ്മൾ ഈ കൊടുക്കുന്ന ആ ഒരു ഡിവൈഡ് സർഫസ് കൊടുത്ത് 30/30 എന്ന് കൊടുത്തല്ലോ, അതിപ്പോ ഒരു 10/10 ആണെങ്കിൽ നമ്മൾ ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വരണം എന്നില്ല. ആ ഗ്രിഡ്സിന്റെ നമ്പേഴ്സ്, കർട്ടൻ വോളിലൊക്കെ ഗ്രിഡ്സിന്റെ നമ്പേഴ്സ് കൂട്ടുന്നതിനനുസരിച്ചാണല്ലോ ആ ഒരു കർവ്ഡ് ഷേപ്പ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഗ്രിഡ്സിന്റെ നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതാണ് മാസിങ്ങിൽ വരുന്ന ടോപ്പിക്.